മമ്മൂട്ടി എങ്ങനെയാണ് മോഹൻലാലിൽ നിന്നും വ്യത്യസ്തനാകുന്നത്? 2023 മലയാള സിനിമയിൽ താരപദവിയുടെ നിയാമക തത്വങ്ങൾ എങ്ങനെയാണ് മമ്മൂട്ടി വീണ്ടും മാറ്റി എഴുതിയത്? മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ തന്നെ രണ്ട് ഐക്കോണിക് ആക്ടേഴ്സ് ആണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ല. രണ്ടുപേരും അസാധാരണമാം വിധം പ്രതിഭാശാലികളാണെന്ന കാര്യത്തിലും ആർക്കും രണ്ട് അഭിപ്രായം ഉണ്ടാകാനിടയില്ല. പക്ഷേ ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ നേരെ എന്ന ഒരേ ഒരു ജീത്തു ജോസഫ് ചിത്രം ഒഴിച്ചാൽ മോഹൻലാലിന് കാര്യമായ ഹിറ്റുകളൊന്നും മലയാള സിനിമയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മലൈക്കോട്ട വാലിബൻ പോലൊരു നല്ല ചിത്രം ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാതെ കടന്നു പോവുകയും ചെയ്തു. ചിത്രത്തിന് നേരെ വളരെ കൂടിയ തോതിലുണ്ടായ ഡീഗ്രേഡിങ് ആ ചിത്രത്തിൻ്റെ ഭാവി തന്നെ നശിപ്പിച്ചു കളഞ്ഞു എന്നൊരു ആക്ഷേപവും അന്തരീക്ഷത്തിലുണ്ട്. എന്നാൽ 2023 ഇപ്പോഴിതാ 2024 മമ്മൂട്ടി കൊണ്ടുപോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2023 മമ്മൂട്ടിയുടെ വർഷമാക്കിയത് കാതൽ ദ കോർ എന്ന ചിത്രമാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്തും മയക്കം എന്ന ചിത്രത്തിലെ സുന്ദരം, കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രത്തിലെ ASI ജോർജ് മാർട്ടിൻ, ജിയോ ബേബിയുടെ കാതൽ ദ കോർ എന്ന ചിത്രത്തിലെ മാത്യു ദേവസി, ഇവരൊക്കെ യാതൊരു തരത്തിലും താരതമ്യപ്പെടുത്തുവാൻ പോലും പറ്റില്ലാത്ത വ്യത്യസ്ത ജോണറിൽ വ്യത്യസ്ത സ്വഭാവ രീതികളും വ്യത്യസ്ത മാനങ്ങളുമുള്ള കഥാപാത്രങ്ങളാണ്. ഇവരെയൊക്കെ അനായാസം അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് നമുക്കറിയാം. അത് അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ മറ്റു പല ഇന്ത്യൻ നടന്മാരിൽ നിന്നും മമ്മൂട്ടിയെ വേറിട്ട് നിർത്തുന്നത് എന്താണ്? ഈ കഥാപാത്രങ്ങളെ നമ്മൾ കാണുമ്പോൾ മമ്മൂട്ടി എന്ന മഹാനടൻ നമ്മളെ ഒരിടത്തും ശല്യപ്പെടുത്തുന്നില്ല എന്നതാണ് മമ്മൂട്ടി എന്ന നടന് സാധിച്ച ഏറ്റവും വലിയ കാര്യം. ഏറ്റവും ഒടുക്കം ഈ വർഷം 2024 പുറത്തിറങ്ങിയ ഭ്രമയുഗം എന്ന ചിത്രത്തിൽ ഒരേ സമയം കുടുംബൻ പോറ്റിയായും ചാത്തനായും നടത്തുന്ന പകർന്നാട്ടം ഞാൻ മുൻപ് പറഞ്ഞ എല്ലാ വിശേഷണങ്ങളെയും അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ്. 72 വയസ്സ് 50ഓളം വർഷങ്ങളിലേക്ക് നീളുന്ന ചലച്ചിത്ര സഭയ്ക്ക് 3 ദേശീയ അവാർഡുകൾ, ഒട്ടേറെ സംസ്ഥാന അവാർഡുകൾ, ഇങ്ങനെ ഒക്കെയുള്ള മമ്മൂട്ടി എന്ന നടനെ 2023 മാൻ ഓഫ് ദ ഇയർ ആക്കുമ്പോൾ 2024 മമ്മൂട്ടിയുടേതാകുമെന്നാണ് ഇപ്പോൾ ഭ്രമയുഗം എന്ന ചിത്രം സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് മമ്മൂട്ടിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്? ഈ വീഡിയോ അതിലേക്കുള്ള ഒരു അന്വേഷണമാണ്. നമസ്കാരം, അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഒന്നാമതായി എനിക്ക് തോന്നിയ കാര്യം അദ്ദേഹത്തിൻ്റെ ഡൈവേഴ്സ് റോൾ സെലക്ഷനാണ്. മമ്മൂട്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു നടനെന്ന നിലയിൽ എപ്പോഴും തനിക്ക് തന്നെ വെല്ലുവിളി സൃഷ്ടിക്കുവാൻ തക്ക വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായ റോളുകൾ സെലക്ട് ചെയ്യുന്നതിൽ കണിശമായ ശ്രദ്ധ വെച്ച് പുലർത്താറുണ്ട്. ഒരു പ്രത്യേക ജോണറിൽ ലിമിറ്റ് ചെയ്യപ്പെടാതെ, അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള ക്യാരക്ടറുകൾ, അത് ചരിത്ര കഥാപാത്രങ്ങളാകട്ടെ, സമകാലീന സാമൂഹിക ചുറ്റുപാടുകളെ പ്രതിനിധീകരിക്കുന്ന നായക കഥാപാത്രങ്ങളാകട്ടെ, അതൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹം പുലർത്തുന്ന നിഷ്കർഷ മറ്റു പല നടന്മാർക്കും ഇല്ല എന്ന് പറയേണ്ടി വരും. രണ്ടാമതായി അദ്ദേഹത്തിൽ ഞാൻ കണ്ടെത്തിയ മറ്റൊരു പ്രത്യേകത, ബാലൻസിങ് കൊമേഴ്സ്യൽ ആൻഡ് ആർട്ടിസ്റ്റിക് വെഞ്ചേഴ്സ്. തികച്ചും ബോക്സ് ഓഫീസിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പോർട്ട് ബോയിലേഴ്സ് അഥവാ തട്ടുപൊളിപ്പൻ സിനിമകളാകട്ടെ, കലാമൂല്യമുള്ള ചലച്ചിത്ര സംരംഭങ്ങളാകട്ടെ, രണ്ടിനുമിടയിലൂടെ ഒരു ഫൈൻ ബാലൻസ് കൃത്യമായി സൂക്ഷിക്കുവാൻ മമ്മൂട്ടിക്ക് കഴിയുന്നുണ്ട്. മെയിൻ സ്ട്രീം ഓഡിയൻസിന് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമകളായാലും, സാമൂഹിക പ്രശ്നങ്ങൾ വരച്ചു കാട്ടുന്ന പരീക്ഷണ ചിത്രങ്ങളായാലും, നിരൂപക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഓഫ് ബീറ്റ് ചിത്രങ്ങളായാലും മമ്മൂട്ടിയുടെ കയ്യിൽ എല്ലാം ഭദ്രമാണ്. ഷൈലോക്കിലെ നായകനും, വിധേയനിലും പൊന്തന്മാടയിലും, നൻപകൽ നേരത്തെ മയക്കത്തിലും, കാതലിലൂടെയും എല്ലാം നമ്മൾ കണ്ട മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഇതിനുള്ള വ്യക്തമായ ഉദാഹരണങ്ങളാണ്. മൂന്നാമതായി ക്യാരക്ടർ ഡെപ്ത് ആൻഡ് കോംപ്ലക്സിറ്റി. കഥാപാത്രങ്ങളുടെ ആഴവും സങ്കീർണതയും മനസ്സിലാക്കി അതിലേക്ക് ഭംഗിയായി ഗ്രാവിറ്റേറ്റ് ചെയ്യുവാനുള്ള മമ്മൂട്ടിയുടെ കഴിവ് അപാരമാണ്. ലേയേർഡ് പേഴ്സണാലിറ്റിയുള്ള കഥാപാത്രങ്ങളുടെ അവരുടെ സങ്കീർണമായ മാനസിക വ്യാപാരങ്ങളിലേക്ക് ഊളിയിട്ടുറങ്ങുവാൻ മമ്മൂട്ടിക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. മിക്കപ്പോഴും അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്തുവാനും അങ്ങനെ പരീക്ഷണത്തിന് സ്കോപ്പുള്ള കഥാപാത്രങ്ങളിലേക്ക് എത്തിച്ചേരുവാനും അദ്ദേഹത്തിന് കഴിയാറുണ്ട്. ഭ്രമയുഗം എന്ന ചിത്രത്തിൽ തന്നെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന അർജുൻ അശോകൻ കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ ഇടവും നൽകിയ ഭഗവാന് നന്ദി പറയുമ്പോൾ കൊടുമൺ പോറ്റിയിൽ നിന്നും ആസുരഭാവത്തിലുള്ള ചാത്തലിലേക്ക് എത്ര വേഗമാണ് അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറുന്നത് എന്നത് തന്നെ ഞാൻ ഈ പറഞ്ഞ സംഗതികൾക്കുള്ള വ്യക്തമായ ഒരു ഉദാഹരണമാണ്. കമ്മിറ്റ്മെൻറ്റ് ടു ഒതൻറ്റിസിറ്റി. പ്രകടനത്തിലും
പാത്രാവിഷ്കരണത്തിലും മമ്മൂട്ടി പുലർത്തുന്ന ആധികാരികമായ സമർപ്പണം മറ്റൊരു നടനിലും നിങ്ങൾ കണ്ടു എന്ന് വരില്ല. കഥാപാത്രങ്ങളുടെ വൈവിധ്യം മനസ്സിലാക്കുവാൻ എത്ര സമയം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുവാൻ അദ്ദേഹം തയ്യാറാണ്. കഥാപാത്രങ്ങളുടെ പശ്ചാത്തലം, അവരുടെ മാനറിസം, അവരുടെ സംസാര രീതി ഇതൊക്കെ മെറ്റിക്കുലസ് ആയി റിസർച്ച് ചെയ്ത് അവതരിപ്പിക്കുന്നത് മലയാള സിനിമയിൽ മമ്മൂട്ടിക്ക് മാത്രം സാധ്യമായ കാര്യമാണ്. തിരുവനന്തപുരം സ്ലാങ്ങും തൃശ്ശൂർ സ്ലാങ്ങും കാസർഗോഡ് ഭാഷാശൈലിയും എല്ലാം കൃത്യമായ അളവിൽ ഡെലിവർ ചെയ്യുവാൻ കഴിവുള്ള ഒരേ ഒരാൾ മമ്മൂട്ടി മാത്രമാണ്. കൊളാബറേഷൻ വിത്ത് ടാലൻറ്റഡ് മേക്കേഴ്സ്, ഫിലിം മേക്കേഴ്സ്. ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സുമായി മമ്മൂട്ടി സഹകരിക്കുന്നു. ശക്തമായ ഒരു തിരക്കഥയും സംവിധായകൻ്റെ ഭാവനാപൂർണമായ വീക്ഷണവും മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. മമ്മൂട്ടി രണ്ടും ഒരേപോലെ കണക്കിലെടുത്തുകൊണ്ടാണ് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഉന്നത നിലവാരത്തിൽ വൈദഗ്ധ്യത്തോടെ കഥ പറയുവാൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഉള്ള സംവിധായകരോടൊപ്പം അവരുടെ പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കുവാനും അദ്ദേഹം തയ്യാറാകുന്നു എന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പുതുമുഖ സംവിധായകരുടെ അടുത്തു നിന്നും കഥ കേൾക്കുവാനും അവരുടെ ഉള്ളിലെ സ്പാർക്ക് തിരിച്ചറിയുവാനും മമ്മൂട്ടിക്കുള്ള കഴിവ് മറ്റൊരാൾക്കുമില്ല. നിങ്ങളൊക്കെ പുതുമുഖങ്ങളല്ലേ, നിങ്ങൾ കഴിവ് തെളിയിച്ചിട്ട് വാ എന്നൊരു മനോഭാവത്തോടെ അവരെ അകറ്റി നിർത്താതെ അവർക്ക് അവസരം കൊടുക്കുവാനും മമ്മൂട്ടി മാത്രമേ തയ്യാറാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയുടെ കഴിവും വീക്ഷണവും പരമാവധി പ്രയോജനപ്പെടുത്തി പുതിയ തലമുറയുടെ ഏറ്റവും പ്രിയപ്പെട്ട നായക നടൻ മമ്മൂട്ടിയാകുന്നു. ആ പരീക്ഷണങ്ങളെല്ലാം ചലച്ചിത്രാസ്വാദകർക്ക് പുതിയ അനുഭവം ആകുന്നുമുണ്ട്. സോഷ്യലി റെലവൻറ്റ് തീംസ്, സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അതിൻ്റെ ഭാഗമാകുന്നതിനും മമ്മൂട്ടിക്ക് യാതൊരു മടിയുമില്ല. അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാതൽ ദ കോർ എന്ന ചിത്രം. പറഞ്ഞ കഥയുടെ പ്രത്യേകത കൊണ്ടും ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ സാമൂഹിക പ്രസക്തിയും കണക്കിലെടുത്തുകൊണ്ട് പറയട്ടെ, കേരളത്തിന് പുറത്തും ഏറ്റവും അധികം ശ്രദ്ധ നേടി ഈ ചിത്രം. തൻ്റെ താരപരിവേഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മാത്യു ദേവസി എന്ന ഒരു സ്വവർഗാനുരാഗിയുടെ വേഷം ചെയ്യുവാൻ മമ്മൂട്ടി അല്ലാതെ മലയാള സിനിമയിൽ മറ്റാരും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. മമ്മൂട്ടി എന്ന നടൻ എങ്ങനെ മറ്റു നടന്മാരിൽ നിന്നും വ്യത്യസ്തനാകുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ വാചകത്തിൽ ഒരു ഉത്തരം പറയാൻ പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ സ്വന്തം കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കടന്നതുകൊണ്ട് എന്നായിരിക്കും എൻ്റെ ഉത്തരം. ചുരുക്കത്തിൽ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലും കഥാപാത്രാവിഷ്കാരത്തിലുമുള്ള സമർപ്പണവും മറ്റ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏതെങ്കിലും ഒരു നടൻ ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എക്കാലവും വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളും വ്യത്യസ്തങ്ങളായ കഥാപരിസരങ്ങളും ഒപ്പം പകരം വയ്ക്കാൻ സാധിക്കാത്ത അഭിനയ മികവ് കൊണ്ടും ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും അധികം ഇൻഫ്ലുവൻഷ്യലായ ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുന്നു മമ്മൂട്ടി എന്നത് മലയാളികൾക്ക് എക്കാലവും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. മമ്മൂട്ടിയെ ഈ 70-ാം വയസ്സിലും രാജ്യത്തെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാക്കി നിർത്തുന്നത് അഭിനയം എന്ന കലയോടുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത അഭിനിവേശവും തൃഷ്ണയുമാണ്. ഓരോ പുതിയ സെറ്റിലും അദ്ദേഹം ഒരു പുതുമുഖ നടനെപ്പോലെ പുതിയ പാഠങ്ങൾ പഠിക്കുകയും പുതിയത് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടാകാം. മമ്മൂട്ടിയിൽ നിന്നും ഇനി എന്താണ് വരാനിരിക്കുന്നത്? ചലച്ചിത്ര പ്രേമികൾ, അദ്ദേഹത്തിൻ്റെ ഫാൻസ് എല്ലാവരും ഇപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയും ചാത്തനുമായി നിറഞ്ഞാടിയ ആ മനുഷ്യൻ വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പിക്ചർ അഭി ഭി ബാക്കി ഹെ എന്ന് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഈ മനുഷ്യൻ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.